ഡോക്ടർ രാത്രി ചുമ കാരണം ഉറങ്ങാനേ പറ്റിയില്ല എന്നാണ് പേഷ്യൻസ് പറയുക. രാത്രിയുള്ള വരണ്ട കുത്തിയുള്ള ചുമ കഫം ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചായിരിക്കും വരുന്നത്. ഇത്തരത്തിലുള്ള ചുമ നിങ്ങൾക്കുണ്ടോ? എന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്നാമത്, ഈ സീസണിലുള്ള ഇൻഫ്ലുവൻസ പോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻ, അതിനുശേഷവും ഇത്തരത്തിലുള്ള ചുമ ആഴ്ചകളോളം നിൽക്കാറുണ്ട്. രണ്ടാമത്തെ കാരണം പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ മൂക്കിന്റെ പുറകിൽ നിന്ന് തൊണ്ടയിലേക്ക് കഫം തുള്ളിയായി വീഴുന്ന അവസ്ഥ. അത് പലപ്പോഴും സൈനസൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിലൊക്കെ ഉണ്ടാവാം. ഇത് കാരണവും ഇത്തരത്തിൽ എപ്പോഴും ഒരു വരണ്ട കുത്തിയുള്ള ചുമ ഉണ്ടാവാം. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആസ്മയാണ്. പലപ്പോഴും ആസ്മ രോഗികളിൽ രാത്രിയാണ് ബുദ്ധിമുട്ട് കൂടാറുള്ളത്. പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കൂടിയുണ്ട്. GERD എന്ന് പറയുന്ന അസുഖമാണ്, ഗ്യാസ്ട്രോ ഇസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്. അതായത് നമ്മുടെ ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലേക്ക് കഴിച്ച ഭക്ഷണമോ ആസിഡോ തികട്ടി വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന അസുഖമാണ്. അപ്പൊ ഇത് കാരണം പലപ്പോഴും വരണ്ട കുത്തിയുള്ള ചുമ മാസങ്ങളോളം നിൽക്കാറുണ്ട്. പല മരുന്നുകളും കഫ് സിറപ്പും ഒക്കെ കുടിച്ചു മടുത്തിട്ടാണ് ആൾക്കാർ നമ്മളെ അടുത്ത് വരുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇത്തരം വരണ്ട കുത്തിയുള്ള ചുമ നിയന്ത്രിക്കാൻ ഏറ്റവും മികച്ചത് ഹോമിയോപ്പതി മരുന്നുകളാണ്. ഓരോരുത്തരുടെയും ലക്ഷണങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് വ്യത്യസ്തമായ മരുന്നുകളാണ് ഹോമിയോപ്പതിയിൽ നൽകുന്നത്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേഗത്തിൽ ഏറ്റവും മികച്ചൊരു ഹോമിയോ ഡോക്ടറിനെ സമീപിക്കാം.